കുറേ റാങ്ക് വാങ്ങിച്ച കുട്ടികളുടെ എല്ലാം പടമെടുത്തിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സമൂഹം. ഇതിൽ വലിയൊരു അപകടമുണ്ട്. കാരണം ഈ റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികളെന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ടോ ഒന്നുമല്ല. ഈ റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കൊച്ചുനാൾ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഹൈ പെർഫോമേഴ്സാണ്, വലിയ സ്ട്രോങ് ജെനറ്റിക്സ് ഉള്ള കുട്ടികളാണ്, ഭയങ്കര ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളാണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയുള്ള കുട്ടികളാണ്, കഷ്ടപ്പെടാനുള്ള മെൻ്റൽ എബിലിറ്റി, ഇമോഷണൽ എബിലിറ്റിയൊക്കെയുള്ള കുട്ടികളാണ്. അങ്ങനെ എല്ലാ കുട്ടികളും തീരണമെന്നില്ല. അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഒരു 16-18 വയസ്സിനുള്ളിൽ തന്നെ അങ്ങനത്തെ പെർഫോമൻസ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഭയങ്കര റാങ്കൊക്കെ വാങ്ങിച്ച് പത്രത്തിൻ്റെയൊക്കെ മുമ്പിൽ പടം വരുന്ന കുട്ടികളൊക്കെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ആർ ദേ ഹാപ്പി, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു രോഗാതുരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ സർക്കാരൊക്കെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടണം. ഇങ്ങനെ ഒരുപാട് കുട്ടികളെ ഇങ്ങനെ കാണിച്ച് നടത്തുന്ന പല പ്രചരണങ്ങളും പല കഥകളും ഒരുപാട് കുഞ്ഞുങ്ങളെ നിരാശരാക്കുന്നുണ്ട്. ഒരുപാട് വീടുകളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഒരു അല്പമൊക്കെ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടമാനം താരതമ്യം ചെയ്യും, കണ്ടമാനം മോശമായും കൊള്ളരുതാത്തവരായും ചിത്രീകരിക്കുകയൊക്കെ ചെയ്ത് അവരുടെയൊക്കെ മനോവീര്യവും അവരുടെയൊക്കെ ആത്മാഭിമാനവും എല്ലാം തകർക്കുന്നുണ്ട്. ഇതൊരു ആരോഗ്യപരമായ സമൂഹത്തിൻ്റെ ഒരു ലക്ഷണമല്ല. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു. കുട്ടികളുടെ വിജയങ്ങളൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു കോളേജിൽ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടുന്നത് ആ കുട്ടിയുടെ മാത്രം കഴിവുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ കോളേജിലെയോ സ്കൂളിലെയോ ഏറ്റവും കുറഞ്ഞ കുട്ടിക്ക് എന്തുകൊണ്ട് ഒരു ആത്മവിശ്വാസം പോലും കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല? നല്ല അധ്യാപകരും നല്ല സ്കൂളും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഏറ്റവും കുറഞ്ഞ കുട്ടിക്ക് പോലും ഒരു ആത്മാഭിമാനത്തിൻ്റെയും ഒരു പ്രത്യാശയുടെയും ഒക്കെ അനുഭവം കൊടുക്കാൻ കഴിയണം. എത്രയോ കുട്ടികളാണ് വളരെ പരിതാപകരമായ ലോകത്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് വിടുന്നത്. അവരെയൊക്കെ എന്താ രക്ഷിക്കാൻ കഴിയാത്ത? അപ്പോൾ ഇതിൻ്റെ മഹത്വം കൊട്ടിഘോഷിക്കുന്നവർ ഒരു കാര്യവും കൂടെ ചെയ്യണം. ആ കുറഞ്ഞ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെന്നും കൂടെ പറയാൻ കഴിയണം. 10-50 കുട്ടികൾ വിജയശ്രീലാളിതരാകുമ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇവിടെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. അവരെക്കുറിച്ച് ആരും ഇവിടെ സംസാരിക്കുന്നില്ല.